ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെടി നടുന്നതും പിന്നെ മിനറൽ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ കുറച്ച് പാക്കിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മിക്കവാറും ഇടയിലിടയിൽ നമ്മൾ ഗിവ് അവേ ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പം നമ്മളങ്ങനെ ഗിവ് അവേ മാത്രം വെക്കുമ്പോൾ മാത്രം കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഗിഫ്റ്റുകൾ തരുന്നതായിരിക്കും. ഇടയിലിടയിൽ നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം മാത്രം ലൈക്കും കമൻറ്റും ചെയ്യാതെ സ്ഥിരമായി നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. സ്ഥിരം ലൈക്ക് കമൻറ്റ് ചെയ്യുന്ന അവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് തിരഞ്ഞെടുത്തിട്ടായിരിക്കും ഇനിയുള്ള സമ്മാനദാനങ്ങൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച മഴക്കാലമാണല്ലോ, നമുക്ക് ഞാൻ ഒരു ചെടികളുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് വിട്ട 2 ദിവസം എനിക്ക് ഓർഡറുകളൊന്നും വന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ആളുകളിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചെടികളും കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികൾ കുറച്ച് നട്ടുപിടിപ്പിക്കാമെന്ന്. അപ്പോൾ ഞാനും മോനും കൂടി, ഇത് വലിയ വനപ്രദേശമൊന്നുമല്ല, തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും, പക്ഷെ പേടിക്കേണ്ട, നല്ല സ്ഥലം, സേഫ്റ്റിയായ സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാനും മോനും കൂടെ അവിടെ പോയി കുറച്ച് മണലൊക്കെ എടുത്തു കേട്ടോ. പുഴയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പം പോകുന്ന വഴിക്ക് നല്ല മണൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മണലെടുത്തിട്ട് വന്നു. മോനെ അച്ഛനും അമ്മേൻ്റെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ മണലെടുത്തിട്ട് വന്നത്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. ഏൽപ്പിച്ചിട്ട് വന്നിട്ടാണ്, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇനി കുട്ടീനെ എന്ത് ചെയ്തെന്നില്ല ആകാംക്ഷ വരണ്ടായിരിക്കും. അപ്പോൾ അവരെ ഏൽപ്പിച്ച് മണലൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ട് പിന്നെ പോയി എടുത്തിട്ട് വന്നിട്ടാണ്, കുഞ്ഞാവനെ എടുത്തിട്ട് വന്നതാണ് അവിടെ നിന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് നിറയെ തൈകളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച എല്ലാം ഒന്ന്, ഒത്തിരി ആവശ്യക്കാരുണ്ട് കേട്ടോ. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പം എല്ലാം വാങ്ങാൻ ആളുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ലോട്ടസിൻ്റെ ട്യൂബറിൻ്റെ സെയിൽ കാരണം എൻ്റെ കുറേ ചെടികളൊക്കെ പോയി. പക്ഷേ ഈ മഴയത്ത് നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ അവിടെ ഇവിടെ എല്ലാം മുളച്ച് വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കട്ടിങ്സും തൈകളും വന്നതും എല്ലാം കൂടെ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികളുണ്ട്. അപ്പം സാധാ നോർമൽ ചെടികളാണ്, നമ്മളെ വീട്ടിലുള്ള ചെടികളൊക്കെ തന്നെയാണ്. എന്നാലും ഇത് വാങ്ങാനും ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. നമ്മളെത്ര റേറ്റ് കുറച്ച് 10-20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ മോനെ ഇവിടെ വന്ന് ഞാൻ മോനെയൊക്കെ ഉറക്കി സെറ്റാക്കിയതിന് ശേഷം വേഗം ഞാൻ മണ്ണ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പഴയ കവറുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടിക്കുടഞ്ഞെടുത്ത് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ശ്രീ പ്ലാൻസിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ശ്രീ പ്ലാൻസ് എന്ന് പറഞ്ഞ ചാനലിലെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു മണലിൽ മാത്രം വെച്ചാൽ മതിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ മണ്ണൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെയോ റോസ് എല്ലാം കൂടെ ഒരുവിധം നട്ട് വെച്ചു കേട്ടോ. എല്ലാം ഒരു 10-100 കവർ ചെടി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മണ്ണും മണലും എല്ലാം സംഘടിപ്പിച്ച് ഞാൻ നട്ട് വെച്ചു കേട്ടോ. എനിക്ക് എന്നോട് തന്നെ ഒരു സല്യൂട്ട് തോന്നി. അതിൻ്റെ ഇടയിൽ ഒരു 10-25 കൊറിയർ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പാക്ക് ചെയ്ത് അതും അയച്ചു വിട്ടു. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതെല്ലാം സെയിൽ ചെയ്യാനുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ. നന്നായി ഹെൽത്തിയായി വലുതായിട്ട് നല്ല റേറ്റ് കുറവിൽ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ ഇവിടെ കൊണ്ടുവച്ച്, ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാനുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറൊക്കെ കെട്ടി ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് മനസ്സുകൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്യും കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, എന്നാലും ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ 10 മണിയൊക്കെ ഇങ്ങനെ പെറ്റുപെരുകി വികസിച്ച് വരുന്നുണ്ട് കേട്ടോ, നിറയെ വരുന്നുണ്ട്. ഇതൊക്കെ കട്ടിങ്സൊക്കെ നിങ്ങൾ വാങ്ങണം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പണി കേട്ടോ. ഇതെല്ലാം ഇന്ന് ഒറ്റ ദിവസം കൂടെ ഞാൻ ഒറ്റയ്ക്ക് നട്ട് നിറച്ചതാണ് കേട്ടോ. മോൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നട്ട് നിറച്ചതാണ്. പിന്നെ പാക്കിങ്, നമ്മൾ കൊറിയറിൻ്റെ പാക്കിങ് രാത്രി സമയത്ത് നമ്മൾ പുലർച്ചയൊക്കെ എഴുന്നേറ്റ് ഉറക്കളച്ചിരുന്നിട്ടാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വിന്നറെ നമ്മൾ ഈ കമൻറ്റ് ബോക്സിലെ എണ്ണം എടുത്തിട്ട് പേരെഴുതുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം നമ്മൾ 1 മുതൽ ഇത്ര കമൻ്റ് എന്നുള്ള എണ്ണം നമ്മളെടുത്തു. എന്നിട്ട് ആ എണ്ണത്തിൻ്റെ അതേ നമ്പറിൽ അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്ദകൃഷ്ണ എന്ന് പറഞ്ഞ ആൾക്കാണ് കേട്ടോ. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്ദകൃഷ്ണ എന്ന് പറഞ്ഞ ആ ഐ ഡിയിലുള്ള ആൾക്കാണ് നമ്മുടെ ട്യൂബർ ഇതായിരിക്കുന്നത് കേട്ടോ. അപ്പം കിട്ടാത്തവർ വിഷമിക്കണ്ട, നമ്മളിനി ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഗിവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഇടയിലിടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മാറി മാറി നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ, ഓരോ ട്യൂബർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ നല്ല അടിപൊളി അഖിലയും തമോയും പീക്ക് ഓഫ് പിങ്കും ഒക്കെ നാളെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാം. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടാറ്റാ.